രവി, ലോകത്ത് അബോർഷനും മറ്റും സാധാരണമാണ്. അതിന് നിങ്ങളിങ്ങനെ കിടന്ന് വിഷമിച്ചാലോ? മോഹന്റെ മരണവിവരം ഞാൻ നന്ദിനോട് പറയാൻ പാടില്ലായിരുന്നു. അതിനി പറഞ്ഞിട്ട് എന്താ കാര്യം? വരാനുള്ള വഴി തങ്ങും. നന്ദിനിക്കുട്ടിയുടെ ഹാർട്ടിനെ പറ്റി ഡോക്ടർ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും കേൾക്കാൻ കാത്തിരിക്കാൻ. ഹാർട്ടിന് ഒരു തകരാറുമില്ല, അല്പം വീക്കാണെന്ന് മാത്രം. അത് ചിലർക്ക് അങ്ങനെയാണ്. അതിന് ചികിത്സയോ ഓപ്പറേഷനോ ഒന്നും വേണ്ട. മനസ്സെപ്പോഴും ഹാപ്പി ആയിരുന്നാൽ മതി. പിന്നെ വാസന്തി ഹോസ്പിറ്റലില്ലേ, നമുക്ക് നാളെ പോരുകയും ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചാലോ? കമോ. എടോ, താങ്കൾ ഓഫീസിൽ വരുന്നില്ലേ? ഞാൻ ഇന്നുകൂടി ലീവ് എടുത്താലോ എന്ന് ആലോചിക്കാൻ. വേണ്ട വേണ്ട. നന്ദിനക്കുട്ടി, തന്റെ ഭർത്താവിയായിട്ട് ഭയങ്കര ഉഴപ്പാ. വേഗം ഓഫീസിലോട്ട് വിട്ടേക്കണേ. ചേട്ടനെന്താ ഇവിടെ നിൽക്കുന്നേ? ഇനി ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല, ഞാൻ 2 ദിവസം കഴിഞ്ഞ് പോകാമെന്ന് കരുതിയ. വേണ്ട വേണ്ട. എന്റെ കാര്യം ഓർത്തിട്ടാണോ? എന്റെ അസുഖമൊക്കെ എപ്പോഴും മാറി. ഞാൻ മിടുക്കത്തെ നിൽക്കുന്നില്ലേ? എന്നെ മനസ്സിലായോ? സാറിന്റെ ഭാര്യയില്ലേ? അകത്തേക്ക് വരൂ. ഇല്ല, കുഞ്ഞൊറ്റയ്ക്ക. എനിക്ക് ഒരു 25 രൂപ തരാമോ? അയ്യോ, പിന്നെന്താ? അദ്ദേഹം ഇവിടെ ഇല്ല, 2 ദിവസം കഴിഞ്ഞേ വരും. അയ്യോ, കുഞ്ഞൊറ്റയ്ക്ക് കിടക്ക്. അങ്ങോട്ട് ഇന്ന് വരാമോ? വരാം. അന്ന് നിങ്ങൾ വന്നപ്പോ ഞാൻ മുൻപോട്ട് വരാത്തതിൽ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടമല്ല. അതെന്താ അങ്ങനെ? അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രകൃതം. രാത്രിയിൽ ഇവിടെ നടക്കുന്ന ബഹളമൊന്നും അപ്പുറത്ത് കേൾക്കാറില്ലേ? എന്താ അങ്ങനെ? കാപ്പൊരുക്കി. രാത്രിയിൽ കുറച്ച് ബഹളം ഉണ്ടാക്കിയാൽ അദ്ദേഹത്തിന് ഉറക്കം വരും. ഒന്നുകിൽ എന്നെ തല്ലണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും തല്ലിപ്പൊട്ടിക്കണം. പക്ഷേ എന്നോട് ഇങ്ങനെയൊക്കെ ഉള്ളൂ. പുറത്തുള്ളവരോടൊക്കെ നല്ല മര്യാദയായിട്ടാണ് പെരുമാറുന്നത്. ഈ പേന വെച്ചാണോ എഴുതുന്നത്? അങ്ങനെയൊന്നുമില്ല. പേന വേറെ 5-6 എന്താ? ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്. അവയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എനിക്കും വളരെ ഇഷ്ടമാണ്. ഒരിക്കൽ ഞാനും അദ്ദേഹത്തെ ആരാധിച്ചിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നു തന്നെ. ചേച്ചി എന്താണ് ഈ പറയുന്നത്? ഒക്കെ പിന്നെ പറയാം. പറയാൻ തുടങ്ങിയാൽ വളരെയേറെയുണ്ട്. നന്ദിനിക്കുട്ടി ഇപ്പൊ പോയിക്കൊള്ളു. ഈ രൂപ എപ്പോ തിരിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പുറത്തെ ചേച്ചിയില്ലേ, അവര് ഒന്ന് 25 രൂപ വാങ്ങിയിട്ട് പോയി. വല്ല ആവശ്യവും കാണുമായിരിക്കും. എഴുത്തുകാർക്ക് കാശ് കിട്ടില്ലേ ചേട്ടാ? കിട്ടുമായിരിക്കും. എവിടാ? ആര് കൊടുക്കാനാ? ഇപ്പൊ 30 അല്ലയോ എഴുത്തുകാര്. എന്റെ ഇളയ മകനും തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ കഥ എഴുത്ത്. ഇന്നലെ ഞാൻ പിടിച്ച് 2 അലക്കം കൊടുത്തു. അതെന്തിനാ പാച്ചുപിള്ളേ? എന്തോത്തിനാ എഴുത്തുകാരനാവുന്നേ? വേറെ പണിയൊന്നും ഇല്ലയോ? അങ്ങേരെ തന്നെ കണ്ടില്ലയോ? എത്ര കിട്ടിയിട്ട് എന്തുവാ പ്രയോജനം? പക്ഷെ അവൻ കുടിച്ചു തീർക്കല്ലയോ? കുടിക്കോ? കൊള്ള കുടിക്കോന്ന്. ആ ചെറുക്കനെ പിന്നെ എന്തിനാ നിർത്തിയിരിക്കുന്നത്? അവൻ ആ ദിവസവും സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നേ. അതും അകത്താക്കിക്കൊണ്ടാ ഈ അടിയും പിടിയും. മിനിഞ്ഞാന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ആ സ്ത്രീയെ കഴുത്തി പിടിച്ച് തള്ളുന്നേ. പാച്ചുള്ള കടയടയ്ക്കുന്നതിന് പോയി സിഗരറ്റ് വാങ്ങിച്ചോണ്ട് വരും. ഓ, സത്യമാണോ ചേട്ടാ ഇത്? നമുക്ക് എന്ത് വേണം നന്ദിനിക്കുട്ടി? അവരെങ്ങനെ വേണേലും ആയിക്കോട്ടെ. വരൂ, നമുക്ക് പോയി ഉണ്ണാം. രവിയേട്ടാ, അഗ്നിപേടകം
മരീചിക, സത്രം, വേനൽ. ഒരു സാധാരണ ഭാര്യ കൊടുക്കുന്ന കുറിപ്പിൽ ഉപ്പിന്റെയും മുളകിന്റെയും കണക്കാണ് ഉണ്ടാവുക. ഞാനൊരു അസാധാരണ ഭർത്താവാണല്ലേ? പിന്നെ ഒരു കണ്ടീഷൻ, മേലാൽ പകൽ മാത്രമേ വായിക്കാവൂ, രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന് വായിക്കരുത്. സമ്മതിച്ചോ? സമ്മതിച്ചു. പിന്നെ പാച്ചുള്ളിക്ക് വീട് വരെ പോണമെന്ന് പറഞ്ഞു. പോയിക്കോട്ടെ, എന്താ? ശരി. ആ, വരണം വരണം. ഞാനൊരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. കാറ്റ് കൊള്ളുകയാണല്ലേ? ഓ, അങ്ങനെയൊന്നുമില്ല. ഒന്നോർത്താൽ നിങ്ങൾക്കൊക്കെ ജീവിതമുള്ളൂ. ഈ ഭൂമുഖത്ത് ജീവിതമില്ലാത്തത് എഴുത്തുകാരന് മാത്രമാണ്. അതെന്താ അങ്ങനെ? എഴുത്തുകാരൻ ജീവിതം എഴുതി തള്ളുകയല്ലേ, ജീവിക്കുന്നില്ലല്ലോ. ഇന്നുവരെ ഞാൻ മറ്റുള്ളവരുടെ ജീവിതം പാത്തും പതുങ്ങിയും കണ്ട് കുറെ കഥകൾ എഴുതി. പക്ഷെ ഞാൻ ഇന്നുവരെ നിങ്ങളെപ്പോലെ ജീവിച്ചിട്ടില്ല. മിസ്റ്റർ രവിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എഴുത്തുകാരൻ കുടിക്കുന്നു, പടിപിഴച്ച് നടക്കുന്നു, അരുതാത്തതെല്ലാം ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ടാണ് അവന് നല്ല കഥകൾ എഴുതാൻ കഴിയുന്നത്. എന്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമല്ല, കാരണം ഞാൻ കുടിക്കുന്നു. നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമാണ്, നിങ്ങളെപ്പോലെ പലർക്കും. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ആത്മാഹുതി ചെയ്യുകയാണ്. എന്താ, ശരിയല്ലേ? നിങ്ങളുടെ ഈ ബന്ധം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നും. എനിക്ക് ഈ ജീവിതം, ഈ ജന്മം സാധ്യമല്ല. പക്ഷേ ഈ ജീവിതം എഴുതാനാവും. പുതിയ നോവലൊന്നും എഴുതുന്നില്ലേ? ഒരെണ്ണം എഴുതേണ്ടിയിരിക്കുന്നു. ഒരു വാരികയിൽ നിന്നും കുറച്ച് അഡ്വാൻസ് വാങ്ങിപ്പോയി. കഥയൊക്കെ തീരുമാനിച്ചു? കഥ നിങ്ങളെ പറ്റിയാണ്. നിങ്ങളാണ് എന്റെ നായിക. എന്താ പേര്? നന്ദിനിക്കുട്ടി. നന്ദിനിക്കുട്ടിയാണ് എന്റെ കഥയിലെ നായിക. ആ, ഞാൻ നിങ്ങളുടെ രസം കളയുന്നില്ല. കുടിച്ചിട്ടുണ്ടല്ലേ? കൊള്ളാം. അല്ലെങ്കിൽ ഒരു തവണ കണ്ട പരിചയത്തിൽ നമ്മളോട് ഇത്രയും നേരം സംസാരിക്കും. പക്ഷെ നന്ദിനിക്കുട്ടിക്ക് ഇനി എഴുത്തുകാരോടാണല്ലോ ബഹുമാനം. ഇരിക്കൂ ചേച്ചി. വേണ്ട കുട്ടി, കയറിയിരിക്കാൻ നേരമില്ല. ഞാൻ പോവുകയാണ്. എങ്ങോട്ട്? വീട്ടിലേക്ക്. വീട്ടിലെത്തിയ ഉടനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒഴിയും. എന്താ ചേച്ചി കാരണം? ഒരു സ്ത്രീക്ക് എത്രയെന്ന് കരുതി സഹിക്കാനാവും? അദ്ദേഹത്തിന് ഒരു ഭാര്യയുടെ ആവശ്യമേ ഇല്ല. ഞാനൊന്ന് കരഞ്ഞാൽ അത് മതി അദ്ദേഹത്തിനൊരു കഥയ്ക്ക്. ഇതിന്റെ മൂത്ത കുട്ടി മരിച്ചത് തന്നെ സമയത്ത് ശുശ്രൂഷ കിട്ടാഞ്ഞിട്ടാണ്. ഇപ്പൊ ഏതു നേരം കുടിയ. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് ഭാര്യയായി ജീവിക്കണമെന്നേ എനിക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹം വരുന്നതിന് മുമ്പ് എനിക്ക് യാത്ര തിരിക്കണം. ഞാൻ പോട്ടെ. നമ്മൾ തമ്മിൽ 25 രൂപയുടെ ഒരു കടമുണ്ട്. എന്നാലും ആ ചേച്ചി പിണങ്ങിപ്പോയത് വലിയ കഷ്ടായിപ്പോയി അല്ലേട്ടാ? നന്ദിനിക്കുട്ടി എന്തിനാ ഇതൊക്കെ ഓർത്ത് കിടക്കുന്നു? ആ ഒരു ബന്ധം കഴിഞ്ഞാൽ നമുക്കെന്താ? ആ സ്ത്രീ പോയ സ്ഥിതിക്ക് നന്ദിനിക്കുട്ടി അങ്ങോട്ടൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. അത് ഒരു ആലോചിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്.
നന്ദിനിക്കുട്ടി ഇരിക്കൂ. എന്തിനാ സാർ എന്നെ ഇങ്ങനെ കുടിക്കുന്നേ? നന്ദിനിക്കുട്ടി എന്തിനാ എന്നും പൊട്ട് തൊടുന്നത്? ഇന്ന് ഞാൻ കുടിക്കുന്നത് നന്ദിനിക്കുട്ടിയുടെ കഥ എഴുതാൻ വേണ്ടിയാണ്. കുടിച്ചു കുടിച്ച് ഞാൻ ഒരുപാട് കഥകൾ എഴുതി, ഒരുപാട് ജീവിതങ്ങൾ പകർത്തി വെച്ചു. പക്ഷേ എനിക്ക് മാത്രം ജീവിതമില്ല. രാജഗോപാൽ എന്ന രജനിയുടെ ജീവിതം ആർക്കും അറിഞ്ഞുകൂടാ. ഇന്നലെ മുഴുവൻ നന്ദിനിക്കുട്ടിയെ പറ്റി എഴുതാൻ ഞാൻ കാത്തിരുന്നു. പക്ഷെ നടന്നില്ല. കാരണം നന്ദിനിക്കുട്ടിയെ പറ്റി എനിക്കൊന്നും അറിയില്ല. അറിയോ നന്ദിനിക്കുട്ടി? പറയൂ നന്ദിനിക്കുട്ടി, അറിയാത്ത നന്ദിനിക്കുട്ടിയെ പറ്റി ഞാൻ എന്തെഴുതും? വരൂ നന്ദിനിക്കുട്ടി. നന്ദിനിക്കുട്ടി ഓടിയോ? എന്തിനാ ഓടിയത്? ഓടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വന്നപ്പോ ഇവിടെ ആരുമില്ല. വയറ് വല്ലാതെ വിശന്നു. ഉള്ള മുട്ട വെച്ച് ഓംലെറ്റ് ഉണ്ടാക്കി. നന്ദിനിക്കുട്ടിക്കും ഉണ്ട്. രജനി നന്ദിനിക്കുട്ടിയുടെ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നന്ദിനിക്കുട്ടി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. ഞാനൊരു കഥ എഴുതി. നന്ദിനിക്കുട്ടിക്ക് എഴുത്തുകാരോടല്ലേ താല്പര്യം. അതുകൊണ്ട് ഒരു എഴുത്തുകാരനായ ഒക്കുമെന്ന് ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ ഞാനൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് കഥയിലും സ്വല്പം ബിസിനസ് തിരികെ. കഥ ഒരു ബലാത്സംഗത്തിൻ്റെതാ. 2 മണിക്കൂർ ഓഫീസിൽ കുത്തിയിരുന്ന് എഴുതിയത്. ഞാൻ വായിച്ചു തരും. ശരി, നന്ദിനിക്കുട്ടിയുടെ ഇഷ്ടം. ഈ പുസ്തകങ്ങളുടെ മണം എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. ഒന്നെടുത്ത് മാറ്റാമോ?
ചേട്ടൻ ഇനി കഥ എഴുതരുത്. രവിട്ട രവിട്ട